കെ ഗണേഷ്, കോൺഗ്രസിൽ ഇരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നരേന്ദ്രമോദിയെ 2014 ഡോക്ടർ തരൂർ പ്രശംസിച്ചത് സ്വച്ഛ് ഭാരത് ദൗത്യം പോലെയുള്ള അത്തരം സംരംഭങ്ങൾ നല്ലതാണ് എന്ന അർത്ഥത്തിലാണ്. അന്നും കോൺഗ്രസിനകത്ത് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. KPCC അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി വക്താവ് സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ തരൂർ ഇപ്പോൾ ഈ അമേരിക്കയിൽ നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തെയും അതിനെ തുടർന്ന് അതിൻ്റെ ഔട്ട്കമിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. അതേസമയം അവിടെ നിന്നും ഈ എമിഗ്രൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ, ഈ അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുവരുന്ന കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും വിമർശനവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമായി മാത്രം തരൂരിൻ്റെ ഇടപെടലുകളെ BJP കാണുന്നുള്ളൂ? അത് ഒരു ഘട്ടത്തിൽ BJPയിലേക്ക് തരൂർ വരുന്നു എന്നൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്നൊന്നും അത് സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഈ സാഹചര്യത്തെയും മനസ്സിലാക്കിയാൽ മതിയോ? BJP എങ്ങനെ കാണും ഈ കാര്യത്തിൽ? ഗോപി, ഇത് ശശി തരൂർ ഒരു പുതിയ മേച്ചിൽപ്പുറം തേടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ്. ശശി തരൂർ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരി തന്നെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരു പുതിയ മേച്ചിൽപ്പുറം തേടണം എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് പോലും പ്രത്യേകിച്ച് റോളുകളൊന്നും ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അമർഷം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു സഖ്യം, കാരണം നമുക്ക് തന്നെ അറിയാം തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ശശി തരൂർ വിജയിച്ചത്, അവസാനത്തെ ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെയാണ് വിജയിച്ചത് എന്ന് നമുക്കറിയാം. അവിടെ CPMന്റെ വോട്ട് വലിയ തോതിൽ ശശി തരൂരിന് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ പുതിയൊരു മേച്ചിൽപ്പുറം തേടുക എന്നത് തന്നെയാണ് ശശി തരൂർ ഉദ്ദേശിക്കുന്നത്. അതിന് പറ്റിയ ആളുകളായിട്ട് DYFI പോലെയുള്ള സംഘടനകൾ, കാരണം DYFIക്ക് ഇപ്പം പ്രത്യേകിച്ച് ഒരു ഭരണവിലാസം സംഘടനയായതുകൊണ്ട് പ്രത്യേകിച്ച് റോളുകളൊന്നുമില്ല. പ്രത്യേകിച്ച് കാരണം ഇന്നത്തെ ദിവസം തന്നെ നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷന്റെ എല്ലാ തരത്തിലും പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, കാരണം ഒരു പിണറായി സർവീസ് കമ്മീഷനാക്കിയിട്ട് മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് അവിടെ എന്താ പറയുക, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം, കൊടുക്കേണ്ട സ്ഥാപനം ഇന്ന് അവരുടെ ആസ്തി കൂട്ടാനുള്ള സംവിധാനമാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ ശബ്ദം ഉയർത്താനോ ചെയ്യാതെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാക്കിയിട്ട് DYFI മാറിക്കൊണ്ടിരിക്കുക. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് DYFI ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിലിപ്പോ DYFI ഒക്കെ താങ്കൾ കുറ്റക്കാരായി കാണേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ DYFI പറയുന്നത് ഈ കേരളത്തിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ച് ശശി തരൂരിനെ പോലെ ലോകമറിയുന്ന ഒരാൾ സംസാരിക്കുകയും ചെയ്തല്ലോ. അദ്ദേഹത്തെ പോലെ ഒരാളെ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അതിഥിയായി ക്ഷണിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിലിപ്പോൾ DYFI നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അത്തരം ഇപ്പോൾ ഇന്നത്തെ ഞാൻ പറയാം ഇന്ന് വന്നൊരു വാർത്തയുടെ അടിസ്ഥാനം. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളിലേക്ക് DYFI, കാരണം ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് DYFI പോലും ചെയ്തത്. കാരണം അവർക്ക് ഇന്ന് മറ്റൊരു വിഷയം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ പ്രതികരിക്കാതെ ഇന്ന് ശശി തരൂരിനുണ്ടായുള്ള അമർഷം, ശശി തരൂരിൻ്റെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പ് വഴക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന അസഹിഷ്ണുത, അത് മുതലെടുക്കുവാനുള്ള ഒരു തരത്തിലേക്ക് DYFI മാറുകയാണ് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടുവന്നത്. കാരണം DYFI ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന, ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഭരണവിലാസം സംഘടനയാണ് എന്നാണ് ഗോപി ഞാൻ സൂചിപ്പിച്ചത്. അത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഒരു പുതിയ മേച്ചിൽപ്പുറം തുറക്കുന്നു. ആ മേച്ചിൽപ്പുറം തുറക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്ന സംഘടനയാക്കി മാറുക എന്നതാണ് DYFI ഉൾപ്പെടെയുള്ള DYFI മാറുന്നു എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇരട്ട കൊലപാതകത്തിൻ്റെ ഒരു ദിവസം, ആ ഓർമ്മ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ, ആ പോസ്റ്ററിൽ പോലും അദ്ദേഹം തിരുത്തുന്നത് എന്തുകൊണ്ടാണ്? CPMന് അദ്ദേഹത്തിന് പിണക്കേണ്ടതാ. കാരണം അല്ലെങ്കിൽ ഈ CPM ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്നും ആയിരുന്നില്ലല്ലോ. ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മരണപ്പെട്ട ഒരു ഇരട്ട കൊലപാതകത്തിൽ ആ പോസ്റ്റർ പോലും, അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് പോലും, ഫേസ്ബുക്ക് പോസ്റ്റ് പോലും തിരുത്തുവാൻ ശശി തരൂർ തയ്യാറായിട്ടുണ്ട് എങ്കിൽ അത് കൂട്ടി വായിക്കേണ്ടത് അദ്ദേഹം
CPM-ലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ എന്താ പറയാ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തലയിൽ മുണ്ടിട്ടാണ് കേരളത്തിൽ നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആ തലയിലെ മുണ്ട് മാറ്റിക്കൊണ്ട് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളത്തിൽ ഈ സംവിധാനം മാറുന്നു. കാരണം ഇവർ രണ്ടുപേരും ഒന്നാണ് എന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറുന്നു. അതാണ് ഇന്ന് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. ശശി തരൂർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുവാൻ സാധിക്കുന്നു. കാരണം ഇവിടെ കേരളത്തിലും വലിയ എന്താ പറയുക, പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല ശശി തരൂരിന്, പ്രത്യേകിച്ച് അഭിപ്രായങ്ങളില്ല, പ്രത്യേകിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ടാണ് കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കന്മാർ വളരെ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തെ മുതലെടുക്കുവാനാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപി, ശരി.